ഹ്യൂമനിസം മാനവികതയാണെങ്കിൽ എന്താണ് ട്രാൻസ് ഹ്യൂമനിസം? വളർന്നു വരുന്ന ഈ പുത്തനാശയം ശങ്കറിന്റെ യന്ത്രൻ സിനിമയിലെ ചിട്ടി റോബോയെ യാഥാർത്ഥ്യമാക്കും. ജൈവശാസ്ത്രപരമായ പരിമിതികളെ മനുഷ്യൻ എക്കാലത്തും ബുദ്ധി ഉപയോഗിച്ച് മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് രോഗമില്ലാത്ത, വൈകല്യങ്ങളില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, മരണമില്ലാത്ത മനുഷ്യരുടെ ലോകം വിഭാവനം ചെയ്തുകൂടാ എന്ന ചിന്തയിലാണ് ഇന്ന് നാം എത്തി നിൽക്കുന്നത്. ഈ ആശയങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ട്രാൻസ് ഹ്യൂമനിസം. ട്രാൻസ് ഹ്യൂമനിസം ഏതാനും സ്വപ്നജീവികളുടെ വിഹാര രംഗമല്ല. പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെയും അതിസമ്പന്നരായ സംരംഭകരുടെയും പിൻബലം ഇതിനുണ്ട്. മനുഷ്യന്റെ വാർദ്ധക്യവും രോഗവും മാറ്റാൻ ശ്രമിക്കുന്ന ഗവേഷണത്തിൽ $3 ബില്യൺ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് നിക്ഷേപിച്ചത്. ജനിതക എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, റീജനറേറ്റീവ് മെഡിസിൻ തുടങ്ങിയവയിലൂടെ മനുഷ്യന് വർദ്ധിച്ച ആയുസ്സോ മരണമില്ലാത്ത അവസ്ഥയോ കൈവരിക്കാം. ആരോഗ്യം, ദീർഘായുസ് എന്നിവയിൽ കേന്ദ്രീകരിക്കുന്ന കമ്പനിയായ കാലിക്കോ ലാബ്സ് ആരംഭിച്ചത് ഗൂഗിൾ സഹസ്ഥാപകൻ ലാറി പേജ് ആണ്. ഇലോൺ മസ്ക് സ്ഥാപിച്ച ന്യൂറാലിങ്ക് പോലുള്ള കമ്പനികൾ മനുഷ്യ മസ്തിഷ്കത്തിനും കമ്പ്യൂട്ടറുകൾക്കുമിടയിൽ നേരിട്ടുള്ള ആശയവിനിമയ പാതകൾ സൃഷ്ടിക്കുന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ശാസ്ത്രലോകത്തിനുണ്ട്. അതാണ് രസകരവും. മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന മാതൃകയിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യബുദ്ധിയെ കൃത്രിമമായി സൃഷ്ടിക്കുകയും അതിനെ യന്ത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുക വഴി ബുദ്ധിയുള്ള യന്ത്രമനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചിരിക്കുകയും കരയുകയും ദേഷ്യപ്പെടുകയും പ്രണയിക്കുകയും നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുകയും ചെയ്യുന്ന ചിട്ടി റോബോട്ടുകൾ നമ്മുടെ വീടുകളിൽ. ലജ്ജ, വൈരാഗ്യം, വെറുപ്പ് തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ വികസിപ്പിക്കാനും ഭാവനാശേഷി, സഹാനുഭൂതി, മനം കുളിർപ്പിക്കുന്ന അനുഭവങ്ങൾ തുടങ്ങിയവ വ്യക്തിത്വ വികസന ഗുളികകളിലൂടെ ഉത്തേജിപ്പിക്കാനാകുമെന്നും ഇവർ വിഭാവനം ചെയ്യുന്നു.